കാസർഗോഡ് മഞ്ചേശ്വരത്ത് CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ വന്നാൽ പിന്തുണയ്ക്കുമെന്ന് SDPI ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് പാദൂർ എന്നും SDPI ജില്ലാ പ്രസിഡന്റ് CA സവാദ് പറഞ്ഞു. ഷാനവാസ് പാദൂർ മത്സരിച്ചില്ലെങ്കിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും സവാദ് വ്യക്തമാക്കി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഷാനവാസ് പാദൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ CPM സ്വതന്ത്രനായി എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്തുണയ്ക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് SDPI. ഷാനവാസ് പാദൂർ തന്നെ ആയിരിക്കുമോ? അത്തരത്തിലുള്ള പരിഗണനയാണോ CPM നൽകുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ? ആര്യ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അതേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ, അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഏത് മുന്നണി വിജയിച്ചാലും അത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നത്. അതേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7000-ലധികം വോട്ടുകൾ SDPIക്കുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ അവകാശപ്പെടുന്ന അനുസരിച്ച് 10,000-ഓളം വോട്ടുകൾ അവർക്കുണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ UDFനെ പിന്തുണച്ചു എന്നതാണ്, UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള AK മഷ്റഫിനെ പിന്തുണച്ചു എന്നതാണ് അവർ പറയുന്നത്. എന്നാൽ ഈ തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ UDFനെ പിന്തുണയ്ക്കില്ല. അത് MLAയോട് ഉൾപ്പെടെയുള്ള വിയോജിപ്പ്, അത്തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ UDFനെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പിന്തുണയ്ക്കില്ല എന്നതാണ് നേരത്തെ SDPI വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് അവർ സ്വന്തമായിട്ടുള്ള സ്ഥാനാർത്ഥി SDPIക്ക് മഞ്ചേശ്വരത്തുണ്ടാകും, അങ്ങനെ മത്സരിക്കും എന്നതാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷമാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി BJP സ്ഥാനാർത്ഥിയായി വരുന്നുവെന്ന വിവരം ഉൾപ്പെടെ പുറത്തു വന്നത്. അതിനുശേഷം ഇപ്പോൾ SDPI അവരുടെ നിലപാട് തിരുത്തുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായാൽ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണക്കും എന്നതാണ് SDPയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. CPIയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മഞ്ചേശ്വരത്ത് ഷാനവാസ് പാദൂരിനെ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്, മുൻ കോൺഗ്രസ് നേതാവാണ്, UDF കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവാണ് ഷാനവാസ് പാദൂർ. ഷാനവാസ് പാദൂരിനെ മഞ്ചേശ്വരത്ത് പരിഗണിക്കുന്നു എന്ന വിവരം പുറത്തു വരികയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഷാനവാസ് പാദൂരിനെ പിന്തുണക്കാൻ തയ്യാറാണ് എന്ന് SDPI നിലപാട് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും മഞ്ചേശ്വരം മണ്ഡലത്തിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ പോകുന്ന ഒരു പ്രതികരണമാണ് SDPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ SDPIയുടെ സാന്നിധ്യം അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ 7000-ലധികം വോട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവരുടെ സാന്നിധ്യം നിർണായകമാണ്. അവർ ആരെ പിന്തുണക്കുന്നു എന്നുള്ളതും നിർണായകമാണ്. കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് അത് വഴിയൊരുക്കുകയും ചെയ്യും. ആര്യ, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.